ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഗൈസ്, ഇന്നൊരു സർപ്രൈസ് വ്ളോഗാണ്. ഇന്നത്തെ നറുക്ക് വീണിരിക്കുന്നത് നമ്മുടെ ജുജുനും ഡുഡുനുമാണ്. ഞാനിപ്പോൾ നേരെ ഐഫോൺ ഫോബിയാസിലോട്ടാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാം, ഇതൊരു ആപ്പിൾ പ്രോഡക്റ്റ് പരിപാടിയാണ്. ഷാസസ് ഓൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട്. ഇവർക്ക് 2 ലാപ്ടോപ്പാണ് ഗൈസ്, മാക്ബുക്ക് നിയോ. അപ്പോൾ ഇവരെ സ്കൂൾ മാറുന്നുണ്ട് ഖത്തറിൽ. അപ്പം ലാപ്ടോപ്പ് എന്തായാലും വേണം പഠിക്കാനായിട്ട്. അമേരിക്കൻ കറക്കുലമാണ് ഗൈസ്. അപ്പം എന്തായാലും ലാപ്ടോപ്പും പരിപാടികളും എല്ലാം ഉണ്ട്. നമ്മളെയൊക്കെ സ്കൂൾ പോലെ അല്ല, കുറച്ച് ഇത്തിരി റിലാക്സ്ഡ് ആണെന്ന് തോന്നുന്നത് ഇവരുടെ കറിക്കുലം. അപ്പം രണ്ടിനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് സ്കൂൾ മാറുന്നതിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഷാസിൻ്റെ വക 2 കിടിലൻ ലാപ്ടോപ്പാണ് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. രണ്ടുപേരും നല്ല ഹാപ്പി ആവുമെന്നുള്ളത് ഉറപ്പാണ് കേസ്. ബിക്കോസ് ലാപ്ടോപ്പ് വേണം എന്നുള്ളൊരു മൈൻഡിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം സിസ്റ്റർ അത് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് തോന്നുന്നു. ബിക്കോസ് സ്കൂൾ തുറക്കുന്ന ടൈം സെപ്റ്റംബർ എന്തോണം. അപ്പോൾ അതിന് മുമ്പേ വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതിലാണ് അവളിരുന്നത്. അപ്പം അതിന് മുമ്പേ തന്നെ ഷാസ് ഒരു മുമ്പേ ആ സാധനം സെറ്റാക്കി ഐഫോൺ ഫോബിയാസായിട്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നേരെ പോയിട്ട് ആ 2 ലാപ്ടോപ്പും കളക്ട് ചെയ്യുന്നു. ഇവരിപ്പോൾ ഉമ്മയായിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞേക്കണേ ഞാൻ കാറ് വാഷ് ചെയ്തിട്ട് വരാമെന്ന്. കാറ് നല്ല ചെളിയായിട്ടിരിക്കുന്നത്, വാഷ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാറ് വാഷ് ചെയ്യാൻ പോകാം. കാറ് വാഷ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്നിട്ട് അവരത് റെഡിയായി നിൽക്കാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കഫേയിൽ പോയി ഫുഡ് അടിക്കാമെന്നുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടുപേരും ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ പോയി സാധനം കളക്ട് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അത് ചിലപ്പം അവർ ഓൾറെഡി വരുമായിരിക്കും. ഫസ്റ്റ് എന്തായാലും നോക്കാം, രണ്ടുപേരും സർപ്രൈസ് ആവുമെന്ന് നോക്കാം. രണ്ടുപേരും എന്നെ പോലെയാണ് കഴിച്ചു, വെടി പൊട്ടിയാൽ പോലും എക്സ്പ്രഷൻ ഒന്നും കാണൂല. ഇനിയിപ്പോൾ വല്ല ഫ്ലൈറ്റ് വാങ്ങിച്ചു കൊടുത്താൽ പോലും രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കും, ചിരിച്ചുണ്ടെങ്കിൽ. അത് പക്ഷേ ആക്ച്വലി കഴിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും സന്തോഷം ഉള്ളിലാണ് ഞാൻ തുള്ളിച്ചാടുന്നത്, പുറത്തോട്ട് വരാറില്ല. മേ ബി അത് ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിലെ വലിയ ശീലിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇമ്മൻസ് ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് പുറത്ത് കാണിക്കുമ്പം ആൾക്കാർ വിചാരിക്കും എന്തോ ഒരു നിർവികാര ജീവിയായിട്ടിരിക്കുന്ന എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കാം, എന്തായാലും ഒരു സർപ്രൈസ് ആവില്ല എന്നുള്ളത് നോക്കാം. എന്തായാലും രണ്ടുപേരും ഹാപ്പിയാവും, അതെനിക്ക് ഉറപ്പാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കിട്ടുന്നതും. ഇത് ഇത്തിരി പച്ച കളർ എന്താണ്, അപ്പോൾ എസ്തറ്റിക് സാധനം ഉണ്ടല്ലോ, അപ്പം എന്തായാലും വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഗൈസ് നേരെ ഐഫോൺ ഫോബിയാസിൽ പോട്ടെ, എന്നിട്ട് കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഗൈസ് ഓൺ ദ വേ ആണ്. എന്താ കാണാൻ പറ്റാത്തത്, ഇരുട്ടാണല്ലോ. ഓക്കെ, അങ്ങനെ ഗൈസ് ഓൺ ദ വേ ആണ് ഐഫോൺ ഫോബിയാസിലോട്ട്. അപ്പോൾ അവരത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമുക്കൊക്കെ കൊച്ചിലെ നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഗൈസ്. പക്ഷേ നമ്മളെ ഈ പിള്ളേർക്കെങ്കിലും അത്യാവശ്യം ദേ ആർ ലക്കി. ഞാൻ സൂപ്പർ ഗ്രേറ്റ്ഫുൾ ഗൈസ്. ഇപ്പോൾ ഷാസായാലും എല്ലാവരും നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും ഒരു വലിയ കാര്യമാണ് ഗൈസ്. ബിക്കോസ് നമ്മളൊന്നും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല നമ്മളൊന്നും ഈ ഒരു ലെവലിൽ എത്തുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വേറൊരാളെ ഹാപ്പി ആക്കാൻ പറ്റും. നമ്മളെ ഹാപ്പി ആവാൻ നല്ല പാടാണ് ഗൈസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറൊരാളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഫീലിംഗ് സൂപ്പർ ഹാപ്പി ഗൈസ്. അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഗൈസ് സൂപ്പർ ഗ്രേറ്റ്ഫുൾ ആണ് ലൈഫിൽ. ലൈക്ക് സീയിങ് പീപ്പിൾ അറൗണ്ട് മീ ഹാപ്പി ആൻഡ് എന്താ പറയാമല്ലോ, എല്ലാം ഞാൻ പറയാം. ഭയങ്കര പെർഫെക്റ്റ് ലൈഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര വലിയൊരു ഹാപ്പിനെസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതും അവരുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഗൈസ് വേറൊരു ലക്ഷറിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് ഗൈസ്. ഇതൊക്കെ പോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഷെയർ ചെയ്യാൻ നമ്മളടുത്തൊന്നും അങ്ങനെ ആരും ചോദിക്കാറില്ല. നമ്മൾ ലൈഫ് എങ്ങനെ പോകുന്നു, നമ്മളെ ദിവസം എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്നും. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഗൈസ് ഇതൊരു എന്താ പറയുക, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ വർഷം ഇത് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് വേറൊരു എന്താ പറയുക, അത് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളത്. മേ ബി ഈ ഒരു രീതിയിൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വേറെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊന്നും ആരുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ഈ വ്ളോഗ് എവിടെയൊന്നും വെളിയിൽ കാണുമ്പോഴുള്ള ഈ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക, ഈ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു വ്ളോഗും കാണുന്നതിൻ്റെയൊക്കെ ഇത് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ് ഗൈസ്. സോ നമുക്ക് ആരൊക്കെ ഉണ്ട്, നമുക്ക് നമ്മളെ കെയർ ചെയ്യുന്ന ഒത്തിരി പേര് ഈ ഒരു യൂട്യൂബ് സ്പേസിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഒരു വലിയൊരു ഫീലിംഗ് ആണ് ഗൈസ്. സോ ഈ ഒരു ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെയാണ് ഗൈസ് ഇപ്പോൾ ലൈഫിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന മെയിൻ കാര്യങ്ങൾ. സോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ലൈഫിലില്ല. യൂട്യൂബ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എനിക്ക് നല്ല രീതിയിലൊരു ഹാപ്പിനെസ് തരുന്ന ഒരു എന്താ പറയുക ഒരു സ്പേസാണ്. ആൻഡ് ഐ വാല്യൂ ദാറ്റ് എ ലോട്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് തന്നെയാണ് ഗൈസ് കാണുന്നത് ലൈഫിൽ. ആൻഡ് ദ പീപ്പിൾ who's supporting me and watching my videos make an integral part of my life. അത് ഞാൻ പറഞ്ഞില്ലേ, അതിനിപ്പം മാറ്റാൻ പറ്റത്തില്ല. ഞാനങ്ങനെ സ്റ്റക്കായി നിങ്ങളുമായിട്ട്. അതുകൊണ്ട് എന്തൊക്കെ നടന്നാലും ഞാനതിങ്ങനെ കാണിക്കും. നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. വാട്ട് ടു ഡു.
ഞാനിപ്പോൾ എന്താ പറയുക, എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരു യൂട്യൂബറായി മാറിയിരിക്കുകയാണ്. സോ ലെറ്റ് സി എവിടം വരെ പോകുമെന്ന് നോക്കാം. നിങ്ങൾ ഈ കൂടെ ഉണ്ടായാൽ മതി ഗൈസ്. ഫ്ലോപ്പ് ആയാലും യൂസ് കിട്ടിയില്ലെങ്കിലും ആരും നമ്മളെ പൊക്കി പറഞ്ഞില്ലെങ്കിലോ നമുക്കങ്ങനെ ഒരു വലിയ ഫാൻ ആർമി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ചെറിയ വ്ളോഗാണെങ്കിൽ പോലും സൂപ്പർ ഹാപ്പി ദാറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാം ഗൈസ്. ബിക്കോസ് എനിക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. വെരി ജെന്യൂൻ ആയിട്ടുള്ള കുറേ പേരുണ്ട്. എൻ്റെ ഹെൽത്ത് പ്രശ്നം ഉണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും സാഡായിട്ട് ഞാൻ ഫീൽ ചെയ്യണമെങ്കിൽ ലോ ആയിട്ട് വ്ളോഗ് ഇടാനായിട്ട് ഡിലേ അടിക്കുമ്പോഴോ ഒക്കെ ദർ ആർ പീപ്പിൾ ഹു ആർ ആസ്കിങ് മീ. എൻ്റെ വേറെ ബോട്ട്സും എൻ്റെ ഈ കാര്യങ്ങളെയൊക്കെ തപ്പി ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ആൻഡ് ഐ ആം ഫീലിംഗ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഐഫോൺ ഫോബിയാസ് എത്തിയിരിക്കുകയാണ്. അകത്ത് കയറിയിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ നോക്കട്ടെ. സാധനം റെഡി ആകാൻ നോക്കാം. വരാം ഗൈസ്. ഞാൻ പറഞ്ഞ് നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ സാധനത്തിൽ നിന്ന് മാറിപ്പോയി. സോറി ഗൈസ്. ഞാൻ എന്തായാലും പോയി കയറി നോക്കിയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഐഫോൺ ഫോബിയാസിൽ എത്തിയിരിക്കുകയാണ്. സാധനം റെഡിയാണ് ഗൈസ്. അപ്പം അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. അവരെത്തുന്നതിന് മുമ്പേ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ സർപ്രൈസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സി. നമ്മളെന്തായാലും സാധനം വാങ്ങിച്ചോട്ടെ അവരെ കയ്യിൽ നിന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. ഇവരുടെ നിയോ അല്ലേ, മാക്ബുക്ക് നിയോ. അപ്പോൾ മാക്ബുക്ക് നിയോ 256 GB അല്ലേ. രണ്ടെണ്ണത്തിന് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഇതും കൊണ്ട് പോകാനുള്ള നല്ല ഹാപ്പി ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം പച്ച കളറല്ലേ ഇത്, രണ്ടും പച്ചയല്ലേ. അപ്പോൾ സെറ്റ് ഗൈസ് നമ്മളങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകുന്നു, അവരെ സർപ്രൈസ് ചെയ്യുന്നു. അതാണ് പ്ലാൻ. അപ്പം ഷാസ് അപ്പം ഇത് ഓക്കെ. അടുത്ത് ഇനി അത് എന്തൊക്കെയാണെന്നറിയാം വ്ളോഗറായ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ സാധനം നമുക്ക് സർപ്രൈസ് ചെയ്യാം. അവർ വരുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതും കൊണ്ട് പോകുമ്പോഴായിരിക്കും അവരവിടെ ഓൾറെഡി നിൽക്കുകയാണെങ്കിൽ പണിയാണ്. അപ്പം ഓടിപ്പോട്ടെ ഗൈസ്. എല്ലാം പറഞ്ഞ താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി, ബൈ. നേരെ വീട്ടിലോട്ട് പോവുകയാണ്. സർപ്രൈസ് ആവോ ഇല്ലെന്നുള്ളത് കണ്ടറിയാം. രണ്ടെണ്ണത്തിൻ്റെ എക്സ്പ്രഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ സെറ്റ്. ഇല്ലെങ്കിൽ പണി കിട്ടും. രണ്ടും മറ്റേ ബോംബ് പൊട്ടിയാൽ പോലും അറിയാത്ത ടീമുകളാണ്. നേരെ ഒന്ന് വീട്ടിൽ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം സിയാ ഗൈസ്. ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവരിതുവരെയായിട്ട് എത്തിയിട്ടില്ല ഗൈസ്. അവരിപ്പോഴും പുറത്ത് തന്നെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഉമ്മ ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇവരിവിടെ വന്നതിന് ശേഷം നമുക്ക് പതുക്കെ സർപ്രൈസ് പൊളിക്കാം. രണ്ടെണ്ണം ഷോക്കാവോ ഇല്ലെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് കൊടുത്തതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ പുറത്തൊന്ന് പോകാം. ബിക്കോസ് അങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടിനെയും ഡ്രസ്സ് ചെയ്തൊക്കെ ഇറക്കിപ്പിച്ചത്, മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയി ഫുഡ് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഞാൻ ഇന്നലെ പോയി EMT ECG എക്കോ TMD എല്ലാം എടുത്ത്. ബിക്കോസ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്വാസം മുട്ടൻ പോലത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആങ്സൈറ്റി ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഹാർട്ടിൻ്റെ റിലേറ്റഡ് അല്ല എന്നുള്ളത് ഇന്നലെ പോയി മൊത്തം ത്രെഡ്മില്ലിൽ ഓടിയും ചാടിയും അതൊക്കെ എല്ലാം നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇപ്പം ഈ സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പിടുത്തം പോലെ. എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് സെറ്റാക്കണം ഗൈസ്. കുറച്ച് നാളായിട്ട് ഇല്ലാത്തൊരു സാധനമാണ് ഈ പെട്ടെന്ന് പൊട്ടി വിളിച്ചത്. 3-4 ദിവസമായതേ ഉള്ളൂ. സോ ഐ ആം കൈൻഡ് ഓഫ് വറീഡ് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും അത് ഫിക്സ് ചെയ്യണം. അതും കൂടെ ഒന്ന് നോക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ലെറ്റ് സി. അപ്പോൾ എന്തായാലും ഗൈസ് ഇവർ വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ സർപ്രൈസ് പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് രണ്ടുപേരെയും സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർക്ക് ലാപ്ടോപ്പൊക്കെ കിട്ടി. ഹാപ്പിയാണോ ആ രണ്ടുപേരും? ഇഷ്ടപ്പെട്ടാ? അങ്ങനെ ഷാസിൻ്റെ സർപ്രൈസ്. വീണ്ടും പിള്ളേരെ ഞെട്ടിക്കലാണ് അവൻ്റെ ഹോബി. അങ്ങനെ ഗൈസ് ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൊടുത്ത് രണ്ടെണ്ണം ഹാപ്പി ചെയ്തായത് സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റപ്പ് ആസ് എ ന്യൂ മാക്. ഫോണൊക്കെ പിന്നെ കണക്ട് ചെയ്തത്. ദിസ് ഈസ് ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ് മെയിൻലി. അപ്പോൾ എന്തായാലും ഗൈസ് അതൊക്കെ ഞാൻ ചെയ്തു തരാം. വെയിറ്റ്. അപ്പം ഹാപ്പി ആയാ രണ്ടെണ്ണം? ഹാപ്പി ആയാ? അപ്പോൾ ശരി ഗൈസ് വരാം. നമ്മളെന്തെങ്കിലും കഴിക്കാൻ പോകും. അങ്ങനെ ഗൈസ് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പുതിയ ലാപ്ടോപ്പൊക്കെ കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ചെവി പോയി പൊക്കത്തിൽ നിന്ന് താഴെ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ജസ്റ്റ് ലോഫിൽ പോകാനാണ്. കുറച്ച് നാളായി ജസ്റ്റ് ലോഫിൽ പോയിട്ട്. ഐ ലൈക്ക് ദെയർ മാംഗോ ചിക്ക് സാൻഡ്വിച്ച്. അത് നല്ല ഐറ്റമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുണ്ടോയെന്ന് അറിഞ്ഞൂടാ. മാംഗോ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ അത് കഴിക്കാം. ഇവർക്ക് വിങ്സാണ് വേണ്ടത്. ലാപ്ടോപ്പ് സർപ്രൈസിൻ്റെ ഒരു റീൽ എടുക്കുന്നുണ്ട് ഗൈസ്. അത് ഷാസിൻ്റെ ചാനലിൽ വരും. അപ്പോൾ ശരി ഗൈസ് നമ്മൾ ജസ്റ്റ് ലോഫിൽ എത്തിയിട്ട് കാണാം.
അങ്ങനെ ഗൈസ് നമ്മൾ ജസ്ലോഫിൽ എത്തിയിരിക്കുകയാണ്. ജസ്ലോഫിലെ പടി. ദിസ് ഈസ് ദ ഐക്കോണിക് പടി ഓഫ് ജസ്ലോഫ്. നാഷ്വിൽ ടൗൺ. അതുകൊണ്ട് ഗൈസ് അകത്തേറിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് അവരുടെ സ്പെഷ്യൽ തീം. ഹൈ, വി ആർ ഇൻ ടെക്സസ്. അങ്ങനെ ഗൈസ് നാഷ്വിൽ ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു സംഭവം. അവരുടെ എനിക്ക് ഇപ്പോഴത്തെ തീം സലൂൺ റൂൾസ്, മറ്റേ ടെക്സസ് സ്റ്റൈൽ സംഭവമാണ് ഗൈസ്. ഇതാ പുതിയ മെനു ഇതാണല്ലേ. ട്രൈ ചെയ്യാം കുഴപ്പമില്ല. ഒത്തിരി സ്പൈസി ഉണ്ടോ? അതിൽ ഗുഡ് ബാഡ് അഗ്ലി അല്ലേ? അഗ്ലിയാണ് ഏറ്റവും സ്പൈസി. മനസ്സിലായി. അതായത് നിങ്ങളൊക്കെ ഡ്രസ്സ് കൊള്ളാം കേട്ടോ, രസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ടെക്സസ് സ്റ്റൈൽ ലൈറ്റിംഗ് ഒന്ന് നോക്കട്ടെ. അതായത് നമ്മൾ കയറി വന്നപ്പോൾ നല്ല അടിപൊളി ലൈറ്റാണ്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഇസ്. അതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഐറ്റംസ്. ഫൗൾ ഗ്യാങ്, വാട്ടർ ബേർഡ്. ഓ ദിസ് ലൈറ്റ് ഈസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ഗൈസ് നല്ല ഹോം ലൈറ്റ്, എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അങ്ങനെ ഗൈസ് ഇവിടെ നല്ല കിട്ടില്ല ഒരു ആംബിയൻസ് ആണ്. ഹൗസ് ദ ആംബിയൻസ് നൈസ്. അപ്പോൾ ഇവരെയും കൊണ്ട് ടെക്സസ് സ്പെഷ്യൽ സാധനം കഴിക്കാൻ വന്നേക്കാണ് ഗൈസ്. നോക്കട്ടെ എന്തൊക്കെ ഏരിയ ആണ്. മെയിൻലി സ്പൈസി സാധനങ്ങളായിരിക്കും. അതവിടെ ഉള്ള ഖത്തറിലും ദുബായിലുണ്ട്. It's basically like Nashville tenders with American coleslaw and like these crinkle fries and all. Something like that only. Yeah. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെനു ഇതാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എത്ര സ്പൈസ് ടോളറൻസ് ലെവൽ ഉണ്ട് അതനുസരിച്ച് ഓർഡർ ചെയ്താൽ മതി. ജുജു ഒരു ടെൻഡേഴ്സ് വേണ്ടുണ്ട്, അത് നമ്മൾ ബാഡ് ആയി. ഞാൻ ഓർഡർ ചെയ്ത് ഇതാണ് ഗൈസ്, മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഒരു സാൻഡ്വിച്ച്. അപ്പം അതും ഗുഡാണ്. ഇതൊക്കെ ഗുഡാണ്, ഡീഫോൾട്ടായിട്ട് ഗുഡാണ്. പിന്നെ ഡുഡു പിന്നെ ഈ ഹോട്ട് സ്റ്റാക്ക് ഓർഡർ ചെയ്തത്, ചിക്കനും വാഫിൾസും, പിന്നെ എക്സ്ട്രാ നമ്മളൊരു മേപ്പിൾ ബട്ടർ സോസും, പിന്നെ ബിയർ. ഇവരുടെ ഡ്രിങ്ക്സ് ഇതേ ഉള്ളൂ. ഇതെനിക്ക് ഇഷ്ടമല്ല. ഇതെനിക്ക് ആ ബിയർ നോൺ ആൽക്കോളിക് ബിയർ ആണ്, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ജിഞ്ചർ ബിയർ, ജിഞ്ചറിന്റെ ടേസ്റ്റ്, ജിഞ്ചർ ആയിൽ കുടിക്കണ പോലെ ഇരിക്കും. അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിച്ചിട്ട് വയറിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളൊരു അഗ്ലി അവരുടെ ഏറ്റവും സ്പൈസി ലെവൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൾറെഡി ഒരു ചെറിയ ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് മിക്കവാറും. You guys have to take me home, okay? I don't know how to drive. Call 911. That's America. അയ്യോ, അപ്പോൾ എന്തായാലും അവരെന്നെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനുള്ള സ്പൈസിയൊക്കെ വാരി തിന്നാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് സീ. Peach iced tea with no ice. യെസ്, രണ്ടുപേരും ഗൈസ്, രണ്ടുപേർക്കും തൊണ്ട വയ്യാത്തതുകൊണ്ട് പീച്ച് ഐസ് ടീ വിത്തൗട്ട് ഐസ് പറഞ്ഞേക്കാണ്. അങ്ങനെയുണ്ട്. ഇസ് ഇറ്റ് കോൾഡ്? I don't have tonda vena. ഇവക്കുണ്ട്, നമ്മൾ കള്ളിയാണ്. തൊണ്ടവേദന വെച്ചിട്ട് ഐസ് ടീ വാങ്ങിച്ചു കുടിക്കുന്നു. യു നീഡ് ടു കീപ് സം ഐസ് ടീ for the chicken. It's very spicy. Is it good? It's so sweet. So sweet. It's But okay. But I think Grana Pizzeria is very good. Granite iced tea was good. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്, റിഫ്രഷിങ്. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മുടെ ചിക്കൻ വരട്ടെ, എന്നിട്ട് വരാം. ഇതാണ് എൻ്റെ മിൽക്ക് ഷേക്ക്. ബിക്കോസ് ഈ ഏരിയ ഉള്ളത് കഴിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു കോപ്പിക്കോ മിൽക്ക് ഷേക്ക് വരും. ഈ കോപ്പിക്കോ എന്ന് പറഞ്ഞാൽ മറ്റേ ഉണ്ടല്ലോ, കോഫിയുടെ മുട്ടായി, അതാണ് ഗൈസ്. വ്ളോഗിൽ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഖത്തർ വിശേഷമാണ് രണ്ടെണ്ണോ. അപ്പോൾ ഗൈസ് ഈ ഒരു മിൽക്ക് ഷേക്കാണ് രക്ഷകൻ. വൺസ് സ്പൈസി ചിക്കൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചോണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാനിനി ഐഫോണിലെ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. ഈ സാധനം ഒട്ടും ക്ലാരിറ്റി ഇല്ല. ചിക്കൻ വരട്ടെ ഗൈസ്, എത്ര സ്പൈസി ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ സാൻഡ്വിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടി. ഇതാണ് എൻ്റെ സാൻഡ്വിച്ച് ഗൈസ്, മോസ്റ്റ് വാണ്ടഡ്. ഇത് ജുജുവിൻ്റെ ടെൻഡർ. ഓ ദാറ്റ്സ് ഹർ വാഫിൾ. മൈ ഗോഡ്സ്, ഇത്രയും സാധനങ്ങളുണ്ട്, നമ്മളത് മൊത്തം തിന്നിറക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്, എന്നിട്ട് പറയാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ജുജു? ഹൗസ് ദ ചിക്കൻ? It's good. ടെൻഡർ. Is it very spicy? Not really. Really? Oh, bad ആണത്. Bad is okay? Yeah. I think വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? Can I have a bite? ഇതിലിങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് മേപ്പിൾ ബട്ടർ ആൻഡ് അവരുടെ ബാഡ് ഫ്ലേവർ, ബാഡ് സ്പൈസി. It's so good. ഇത് അടിപൊളി സാധനം ഗൈസ്. We should try ugly then. One ugly after this. ഗൈസ് ഇത് കഴിച്ചതിന് ശേഷം ഇതാണ് എൻ്റെ സാൻഡ്വിച്ച്. ഇത് കഴിച്ചിട്ട് ഒരു പീസ് ചിക്കൻ കഴിച്ചു നോക്കാം. അഗ്ലി, ഏറ്റവും സ്പൈസി ആയിട്ടുള്ളത്. ദ വാഫിൾ, ഹൗസ് ഇറ്റ്? ക്യാൻ ടേസ്റ്റ് ഇറ്റ്? സോഫ്റ്റ് ആയിട്ടുള്ള വാഫിളാണ് ഗൈസ്. ഇതാണ് ഗുഡ്. ഇത് ഗുഡ്, മറ്റേ ഗുഡ് സ്പൈസ് ആണ്. അതും വാഫിളും കുറച്ച് അവരുടെ ആ ഒരു സോസും. ഓ വാഫിൾ കൊള്ളാം. ആ ചിക്കനുമായിട്ട് നല്ല ടേസ്റ്റ്. അവരെ ഫ്രൈസും കൂടെ കഴിക്കും കേട്ടോ, അതാണ് നല്ല ക്രിങ്കിൾ ഫ്രൈസ്.
ഡയറ്റ് ഒന്നും നടക്കുമെന്ന് തോന്നില്ല. ഇവർ രണ്ടുപേരും തിരിച്ചു പോകണം, എന്നാലേ കാര്യം നടക്കും. മൈ ഡയറ്റ് ബ്രേക്കേഴ്സ്. സോ ഫുഡ് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ ജുജു ഫുഡ്? ഞാൻ കഴിച്ചു. എൻ്റെ സാൻഡ്വിച്ച് അങ്ങനെ നോക്കണം. ഓ, ഞാൻ നടുക്കെന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതാണ് ചിക്കൻ. എൻ്റെ അകത്ത് ഇതും ഗുഡാണ്. ഇതിൻ്റെ അകത്ത് ഈ കോൾസ്ലോയും വെച്ചിട്ടുണ്ട്, ഒരു അമേരിക്കൻ കോൾസ്ലോ. ട്രൈ ഗൈസ്. സോ ഗുഡ്. അടിപൊളി. നല്ല ഇതൊന്നും തന്നെ ആദ്യത്തെ ലെവലാണ് സ്പൈസ്, ബട്ട് സ്റ്റിൽ അടിപൊളി ടേസ്റ്റ്. നാഷ്വിലിൻ്റെ ടേസ്റ്റ് നല്ലൊരു എടുത്തിരിക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് ജസ്റ്റ് ലോ. ഒരു എല്ലായിടത്തും ഞാൻ കഴിച്ചിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ. ദിസ് ഇസ് റിയലി ഗുഡ്. നമ്മളിവിടെ വന്നത് വരെ മാംഗോ ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാനാണ്. അത് തീർന്നു. പക്ഷേ അത് സ്വീറ്റ് ആണെങ്കിൽ ഇത് സ്പൈസിയാണ് ഗൈസ്. പക്ഷേ ദിസ് ഇസ് റിയലി ഗുഡ്. സ്പൈസി കുറച്ചെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഒന്ന് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. നാഷ്വിൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ദിസ് ഇസ് എ ഗുഡ് തിങ്. എന്നാലും ഇത് ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ വന്ന് കഴിക്കുക ഗൈസ്. നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനത്തെ പരിപാടിയാണ്. വന്നപ്പോഴാണ് കണ്ടത്. ഫുൾ വേറെ ലൈറ്റിങ്. നമ്മൾ ട്യൂബ് ലൈറ്റൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം ഗൈസ്. അയാൾ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഹോട്ടും കൂടെ പറയാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഗൈസ് കഷ്ടപ്പെടുന്ന 2 പേർ. ഞാൻ ഫുള്ളായാ ഗൈസ്? ഇനി അഗ്ലി ഒന്നും ഓർഡർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഗൈസ്. ഞാനും ഫുള്ളായി. ഇനിയുണ്ട്, കുറച്ചുകൂടെ തന്നെ ഉണ്ട്. പക്ഷേ സാൻഡ്വിച്ച് അടിപൊളി ഗൈസ്. നല്ല പ്രോപ്പർ ഒരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച്. അല്ല, നാഷ്വിലിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ട്. അതേ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് അഗ്ലി എടുക്കുന്നത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മളെ ടെൻഡറിന് അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട്. ഇത് പിന്നെ ചെറിയൊരു മൈൽഡ് ഇത് മാത്രമേ ഉള്ളൂ ഗുഡിൽ. സോ ഐ വുഡ് സജസ്റ്റ് അഗ്ലി ടു ഹാവ് ദാറ്റ് ഇൻറ്റൻസ് നാഷ്വിൽ ഫ്ലേവർ. അപ്പം എന്തായാലും ഗൈസ് വന്ന് ട്രൈ ചെയ്ത് നോക്കും. I would suggest getting bad. ബാഡാണ് അവൾ സജസ്റ്റ് ചെയ്യണത് ഗൈസ്. ബിക്കോസ് അത്യാവശ്യം ഫ്ലേവർ ഉണ്ട്. ഒത്തിരി എരി ഭയങ്കരമായിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു മേപ്പിൾ സിറപ്പും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാലൻസ് ആയി പോകും. ഞാൻ മിൽക്ക് ഷേക്ക് പറയണ്ടായിരുന്നു ഗൈസ്, കുറച്ച് ഹെവി ആണ്. ഈ ഒരു സോസ് കൊള്ളാം. വാഫിളിൻ്റെ കൂടെ അത് മുക്കി ഇങ്ങനെ കഴിച്ചാൽ മതി ഗൈസ്. മേപ്പിൾ സിറപ്പ് പോലെ കൊള്ളാം ഗൈസ്. അപ്പോൾ നാഷ്വിൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇവൻ്റ് ആയിട്ട് ഇത് കണ്ടാൽ മതി. എനിവേസ് നമ്മളിത് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനി അനങ്ങാൻ വയ്യ. ഒരു സാധനം ഇനി ഒരു തുള്ളി അകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പണി കിട്ടും. അതുകൊണ്ട് ഇവിടം വെച്ച് നമ്മൾ ചൊല്ലിടുകയാണ്. നേരെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഒരു ഹാജിലിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചോണ്ടിരുന്നേന്ന്, പക്ഷെ നടക്കൂല. ഓ മൈ ഗോഡ്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ചെവിയുടെ അകത്ത് കൊതു അടിച്ചെന്ന് ഗൈസ് അവളാ ചുഞ്ചുവിന്. അങ്ങനെ ഗൈസ് നമ്മളാ ബില്ല് വന്നിരിക്കുകയാണ്. 1833 രൂപ. 3 അല്ല ഇത്രയും സാധനങ്ങളാണ്. ഇതൊക്കെയാണ് പ്രൈസിങ്. സോ യു വിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് പ്രൈസ് എന്നുള്ളത്. നമ്മൾ ബില്ല് വന്നിരിക്കുകയാണ്. പുതിയ ആളാണ്. ഓക്കെ ശരി ഗൈസ്, നമ്മൾ ബില്ല് കേട്ട് വരാം. നമ്മൾ ഇറങ്ങിയതും കറണ്ട് പോയി. അങ്ങനെ ഗൈസ് ഇരുട്ടത്ത് തട്ടിയടിച്ച് വീഴാൻ നോക്കണേ. അങ്ങനെ ഗൈസ് നമ്മൾ ഒരു ലോഡ് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഓഫ് നെഞ്ച് കഴിക്കുന്നു ഇപ്പം തന്നെ. എനിക്ക് തോന്നുന്നു അൺഹെൽത്തി ഇതോടെ ഞാൻ നടത്തി. ഇനി ഇല്ല ഗൈസ്. ഓഫ്. അപ്പം എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. ഇവിടെ കറണ്ട് പോയി നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ടു ഫുൾ ഉറക്കം പതുക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ആക്കണം. അപ്പോൾ ഹാർട്ടിൻ്റെ അതൊക്കെ ഞാൻ പോയി നോക്കിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എവിടേക്കോ ആങ്സൈറ്റിയുടെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് എന്തായാലും കൊണ്ടൊന്നൊന്ന് സോർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ഇന്ന് എന്തായാലും ഗൈസ് ഐ ഹോപ്പ് സ്പെയിൻ വിൻസ്. ഫ്രാൻസിൻ്റെ തേരോട്ടം ഇന്നത്തോടെ അവസാനിക്കട്ടെ. നമ്മൾ ഫ്രാൻസ് ഫാനാണ് ഗൈസ്, പക്ഷെ കാര്യമില്ല, ഇന്ന് സ്പെയിൻ ജയിക്കും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഫ്രാൻസിൻ്റെ ദ എൻഡും നാളെ അർജന്റീനയുടെ ദ എൻഡും. അതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഫ്രാൻസ് വിൽ വിൻ. നോക്കാം. ഇവള് പിന്നെ അർജന്റീനയാണ്. എന്താവും നോക്കാം ഗൈസ്. എനിക്ക് 2 ന്യൂട്രലായിട്ടുള്ള, അതായത് അർജന്റീനയും വരില്ല ഫ്രാൻസും വരില്ല. കഴിഞ്ഞ തവണ ഫൈനൽ വന്നത് ഒരുമാതിരി റിപ്പറ്റേറ്റീവ് ആയിട്ട് കാണാനുള്ള ഇതില്ല ഗൈസ്. ഭയങ്കര ബോറ്. അതിനായിട്ട് സ്പെയിനും മറ്റേ ഇംഗ്ലണ്ടും വരണതാണ് കുറച്ചുകൂടെ രസം. യമാൽ വേഴ്സസ് ബെല്ലിംഗാം ആയിരിക്കും എനിക്ക് കാണാൻ കുറച്ചുകൂടെ താല്പര്യം ഗൈസ് ഫൈനലിൽ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, ടാറ്റാ.